ഈ ഏറ്റവും കൂടുതൽ ആര്യൻ ഔട്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ കാര്യം അനുമോളെ എന്തുകൊണ്ട് ഹഗ് ചെയ്തില്ല. അനുമോൾ ഇങ്ങനെ ട്രോമറ്റൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന പോലെയൊക്കെ കുറെ ഇത് വന്നിരുന്നു. അനുമോൾ അത് എന്താണ് അനുമോളെ ഹഗ് ചെയ്യാഞ്ഞത്? എന്തായിരുന്നു അവിടെ നടന്നത്? അനുമോളെ എന്താ ഹഗ് ചെയ്യാഞ്ഞത്? ഞാനിത് ഓണസ്റ്റ്ലി പറയാം, നമ്മുടെ ഈ വീടിനകത്തിരിക്കുമ്പോൾ നമുക്കിതൊന്നും അറിയില്ല. നമ്മൾ അറിയാണ്ട് ഇത് ചിലപ്പോൾ അറിയാണ്ട് ചെയ്തു പോകും, ഇല്ലെങ്കിൽ ഞാൻ അറിയാണ്ട് അവിടെ സ്കിപ്പ് ചെയ്ത് പോകും. എനിക്കൊരു ധാരണയില്ല ഈ കാര്യം. ഞാനിത് അറിയണത് ഞാൻ ഈ കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമ്പോൾ ഫോൺ തുറക്കുമ്പോഴാണ്. ഈ മീംസ് ഒക്കെ മറ്റേ ഹിന്ദി പാട്ടൊക്കെ ഇട്ടിട്ട് ആ ജോക്കറൊക്കെ ഇട്ടിട്ട് അവരുടെ മുഖത്ത് ഞാൻ സ്കിപ്പ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ചെയ്തിട്ടില്ല. ഓണസ്റ്റ്ലി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഹഗ് ചെയ്തിരുന്നോ? അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ആ സമയത്ത് ഷേക്കാൻ കൊടുത്തോണ്ടിരിക്കുക എല്ലാവരും. ഫസ്റ്റ് വന്ന് നൂറേനെ ഷേക്കാൻ ചെയ്തു, ആദിലെന്നെ കെട്ടിപിടിച്ചു. പിന്നെ ഞാൻ കണ്ടത് അക്ബറിന്റെ മുഖമാണ്. അപ്പൊ അക്ബർ ഇങ്ങനെ ടീയേഴ്സ് ഒക്കെ ഹോൾഡ് ചെയ്തിരിക്കുക. അപ്പൊ ഞാൻ പോയത് അക്ബറിനെ ഹഗ് ചെയ്യാൻ പോയപ്പോൾ അനീഷേട്ടൻ കൈ കാണിച്ചു ഇങ്ങനെ. അപ്പൊ ഞാൻ അനീഷേട്ടാ നിങ്ങളെ ഒരിക്കലും മറക്കില്ല അനീഷേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അക്ബറിനോട് ചാടി. അവിടെ ഞാൻ അറിയാണ്ട് ഈ പറഞ്ഞ പോലെ അനുമോളിൽ ഞാൻ ഷേക്ക് ഹാൻഡ് കൊടുക്കാതെ ഇങ്ങനെ സ്കിപ്പ് അടിച്ചു പോയി. എനിക്കത് എന്റെ മൈൻഡിൽ ഞാനത് നോട്ടീസ് പോലും ചെയ്തിട്ടില്ല. അവിടെ നമ്മൾ നോക്കുമ്പോഴേക്ക് അനുമോൾ അവിടെ ഇങ്ങനെ നല്ല ഒരാളായിട്ട് നിൽക്കുകയാണ്. ആര്യൻ ഇന്റൻഷനലി ഇങ്ങനെ പോയ പോലെ നമുക്ക് തോന്നി. ആൾക്കാരെ ട്രോൾ ചെയ്തു, സിഗ്മ അടിപൊളി, ആര്യൻ അടിപൊളി. പക്ഷെ ഞാൻ എന്റെ മെയിൻ ഇന്റൻഷൻ ആരെ ഹേർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല. എനിക്ക് ഐ വുഡ് ഹാവ് ഡെഫിനറ്റ്ലി ഗിവൻ, ബിക്കോസ് ഞാൻ ഈ നിങ്ങൾ ലൈവ് ഇല്ല ദിവസം ഞങ്ങൾ നേരെ കയറി പോകുമ്പോൾ ഞാൻ എല്ലാവരും കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ അടുത്ത എപ്പിസോഡിൽ അനുമോളും പറയുന്നുണ്ട് ആരും ഞാൻ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്, പാവം അവനൊരു രുചിയായിരുന്നു ഈ വീട്ടിലൊക്കെ പറയുമ്പോൾ ഞാൻ ഇറ്റ്സ് വെരി ഒബ്വിയസ് അവൾ ഒഫെൻസീവായി എടുത്തിട്ടില്ല ഈ കാര്യങ്ങൾ. പുറത്ത് ഒഫെൻസീവായി വന്നിട്ടുണ്ട്. ആര്യൻ അനുമോള് സ്കിപ്പ് അടിച്ചു, സംടൈംസ് ഈഗോ ഇസ് ഗുഡ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഓണസ്റ്റ്ലി പറയുന്നത് ഞാനത് മറന്നുപോയ കാര്യം. ഇപ്പം സ്റ്റിൽ ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ഇപ്പൊ ആര്യൻ അല്ല വേറൊരാളുടെ വീഡിയോ കാണുകയാണെങ്കിൽ ആര്യനും ഫീൽ ചെയ്യില്ലേ? ഞാനും ഫീൽ ചെയ്തു, അയ്യോ ഇത് അനുമോള് സ്കിപ്പ് അടിച്ച പോലെയാണല്ലോ. ഞാനിത് റിയലൈസ് ചെയ്യുന്നുണ്ട് തിരിച്ചെത്തിയിട്ട് കാണിച്ച മണ്ടത്തരങ്ങളൊക്കെ. പക്ഷെ ഞാനത് ഓണസ്റ്റ്ലി ഞാൻ നിങ്ങളോട് റിവീൽ ചെയ്യാണ്. ഞാൻ അവളെ പേർപ്പസ്ലി ഒന്നും ഇല്ലെങ്കിൽ ഈഗോ കാണിക്കാനോ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാനും അനുമോൾ തമ്മിൽ ഇമാതിരി ഫൈറ്റ്സ് ഉണ്ടായിട്ടുണ്ട് വീട്ടില്. പക്ഷെ എന്നിട്ടും ഈ കയറിന്റെ ടാസ്ക് ഒക്കെ വരുമ്പോൾ ഞാൻ ഭയങ്കര രസമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്തിട്ടുണ്ട് അവളുടെ കൂടെ വാടാ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. സോ ഐ ഫീൽ എനിക്ക് അങ്ങനെ പേഴ്സണൽ ഗ്രഡ്ജ് ആയിട്ട് അങ്ങനെ ഞാൻ ചെയ്ത കാര്യമൊന്നുമല്ല, അറിയാണ്ടായി പോയതാണ്. എത്രയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അനുമോളോട് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അനുമോള് ആര്യനെതിരെ പറഞ്ഞിട്ടുള്ള പല അലിഗേഷൻസും വേറെ ഏത് സീസൺസിൽ വേറെ ആരോടാണെങ്കിൽ പോലും പിന്നെ ഒരു മേ ബി മിണ്ടീന്ന് പോലും വരില്ല. ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടായിരിക്കും ത്രൂ ഔട്ട് ദ സീസൺ ആൻഡ് ത്രൂ ഔട്ട് ദ ലൈഫ് ബിഹേവ് ചെയ്യുക. ബട്ട് ആര്യൻ അങ്ങനെ ഒരു രീതിയിലേ നിന്നിട്ടില്ല. ഒരു സോഫ്റ്റ് കോർണർ അനുവിനോട് ഉണ്ടായിരുന്നോ? ഇല്ല, സോഫ്റ്റ് കോർണർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയില്ല. ഐ വുഡന്റ് ടേം ഇറ്റ് ആസ് സോഫ്റ്റ് കോർണർ. ബട്ട് ലൈക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചൊരു കാര്യമാണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിൽ അവരെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ പോലെ ഹേറ്റഡ് അല്ല യൂസ് ചെയ്യേണ്ടത്, കുറച്ച് ലവാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ വന്നപ്പോൾ തന്നെ അനുമോൾ കുറച്ച് ഇങ്ങനെ ഈ കാര്യത്തിലൊക്കെ ഈ സദാചാര്യം കാര്യങ്ങളൊക്കെ കൂടുതലാണ് അനുമോളിന്. അപ്പോൾ ഇങ്ങനെ കുറെ ചൂണ്ടി കാണിക്കും എന്നെ, നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെ ചെയ്യില്ല, ഓണം ഒരുമിച്ച് കിടക്കൂല, അത് ചെയ്യാൻ തെറ്റാണ്. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ അവളുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല ഫസ്റ്റ് 2 വീക്ക്. അവൾ തുടങ്ങിയപ്പോൾ ഞാൻ അവളെ ശരിക്കും പറഞ്ഞാൽ അവളുടെ ചില കാര്യങ്ങൾ ഞാൻ സീരിയസ് ആക്കി എടുക്കാറില്ല. അവൾ പറയുമ്പോൾ ചെയ്യില്ലേ അങ്ങനെ പോവാനോ എന്തിനാ ഫൈറ്റ് ചെയ്യണ്ടേ. പക്ഷെ ഈ കാര്യം ഈ ജിസയിലും വന്ന കാര്യം ഭയങ്കര ഹൈപ്പായ കാര്യം, അത് എനിക്ക് സീരിയസ് ആക്കി എടുത്തേ പറ്റൂ. ബിക്കോസ് അത് എൻ്റെ ഈ പറഞ്ഞ പോലെ എൻ്റെ വ്യക്തി ഹത്യ എന്ന് പറയുന്നത് അതാണ് എൻ്റെ ബേസിക്കലി. ഞാൻ പുറത്തു പോയാൽ പീപ്പിൾ വിൽ ജഡ്ജ് മീ എ ലോട്ട്. സോ എനിക്കത് ക്ലിയർ ആക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ ബിഗ് ബോസിനോട് ക്ലിയർ ആക്കി. പിന്നെ ഈ പറഞ്ഞ പോലെ 72 ക്യാമറ കണ്ടിട്ടില്ല അനുമോൾ, മറ്റേ ബിഗ് ബോസ് മൊത്തം 6 മണിക്കൂർ ടീം കണ്ടിട്ടില്ല, എല്ലാവരും കണ്ടിട്ടില്ല, അനുമോൾ മാത്രം കണ്ടു. അതാണ് എൻ്റെ മിസ്റ്ററി. അനുമോൾ ഹാസ് ഓൺലി സീൻ ദാറ്റ് ഇഷ്യൂ. അപ്പോൾ ഇങ്ങനെ പോലത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആ സമയത്ത് ഞാൻ നല്ല ചൂടായി അനുമോളോട്. ഐ ഡിഡ്ന്റ് ടോക്ക് ടു ഹർ ഫോർ ഫ്യൂ ഡേയ്സ്. ഇങ്ങനെ പോലത്തെ വലിയ ഇഷ്യൂസ് വരുമ്പോൾ ഇല്ലെങ്കിൽ ഇപ്പം സൊസൈറ്റിയിൽ ഇമ്പാക്ട് അടിക്കുന്ന ഇഷ്യൂസ്, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാറുണ്ട് പൊതുവേ. ഈ സദാചാരം ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിൽ കുറച്ച് കൂടുതലാണ് ചില കാര്യത്തിലൊക്കെ. നമ്മൾ മെറിൻ ഡ്രൈവ് ഇഷ്യൂ ഞങ്ങൾ കുറെ വായിച്ചിട്ടുണ്ട് ന്യൂസ് പേപ്പറിലും. അപ്പോൾ ഇങ്ങനെ പോലത്തെ ഒരു സൊസൈറ്റിക്കലി ബേസ്ഡ് ഇഷ്യൂ വന്നപ്പോൾ ഞാൻ റേസ് ചെയ്തു. എനിക്ക് ഭയങ്കര ബാഡ് അടിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ കണ്ട് പറഞ്ഞ് ഹൈപ്പ് അടിച്ച് ഒരു കാര്യമാണ്. ഇതെൻ്റെ ഇംപ്രഷനും ബാധിക്കും, ഈ പറഞ്ഞ പോലെ ആ പെൺകുട്ടിയുടെ ഇംപ്രഷനും കൂടി ബാധിക്കും ഇത്. പക്ഷെ അവൾ ഭയങ്കര ചില്ലായിരുന്നു, അനുമോളല്ലേ വിട്ടേക്ക്. ഞാൻ വിടില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ വിട്ടു പോവില്ല. ഈ കാര്യം ഞാൻ ഇഷ്യൂ ഉണ്ടാക്കും. എല്ലാവരും വീക്കെൻഡ് വന്നിട്ട് എനിക്ക് പ്രൂവ് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും. എനിക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നു. ഐ വാസ് സപ്പോസ് ടു ലീവ്, ഐ ഡോണ്ട് മൈൻഡ്. എനിക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നു. ഒരു ഇങ്ങനെ ക്ലോസായിട്ട് സംസാരിച്ചിട്ട് ഇവർ ഉണ്ടാക്കിയ ഒരു കഥ എന്ന് പറഞ്ഞാൽ വലിയൊരു ഭയങ്കര ഒരു ബാഡ് ഒരു ഇമേജ് വരാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അവിടെ ഞാൻ അനുമോളിനെ ഇങ്ങനെ റേസ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കി. അതല്ലാതെ ഞാൻ വീട്ടിൽ
ഇങ്ങോട്ടും അങ്ങോട്ടും നമ്മൾ ടോം ആൻഡ് ജെറി മാതിരി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഫുൾ ടൈം. അപ്പോൾ അത് ഐ ഡോണ്ട് മൈൻഡ്. അനുമോൾ ആ കാര്യത്തിലൊക്കെ ഓക്കെയാണ്. അതെ, ബട്ട് ആര്യനെ അറിയാം അനുവിന് പുറത്ത് PR ഉണ്ട്, എല്ലാ കാര്യങ്ങളും ആര്യന് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു സമയത്ത് അനു പറയുന്നതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്തു വരും എന്നുള്ള കാര്യവും ആര്യനറിയാം. 100%. അപ്പോൾ ആ ഒരു സമയത്ത് ഈ പുതപ്പിന്റെ ഇഷ്യൂ, ബെഡ്ഷീറ്റിന്റെ ഇഷ്യൂ, ഇതൊക്കെ ഇത്ര സ്റ്റിക്ക് ഓൺ ചെയ്ത് പറയുമ്പോഴത്തേക്ക് ആര്യന് ടെൻഷൻ ഉണ്ടായിരുന്നോ? എന്റെ ഫ്യൂച്ചർ എന്താണ്? അങ്ങനെ ഒരു ടെൻഷനിലോട്ട് പോയിരുന്നോ? അത് 100%. എനിക്ക് അനുമോളിന് പൊതുവേ ഈ വീട്ടിൽ പേടി ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ. ഇപ്പം ഞാനും അനുമോൾ എന്തെങ്കിലും ഫൈറ്റ് ഉണ്ടായാൽ ചിലപ്പോൾ അവളുടെ ഈ പറഞ്ഞ PR ആണോ എന്താണെന്ന് എനിക്ക് അറിയില്ല, ഫ്രണ്ട്സ് ആണോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് PR കാര്യത്തിൽ കുറെ. അപ്പോൾ ഈ PR എൻ്റെ എതിരെ വന്നിട്ട് പുറത്ത് എന്നെ സീനാക്കി എന്നെ ഭയങ്കര ബാഡായി കാണിക്കുന്നു എൻ്റെ മൈൻഡിലും ആ ഷോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എവറി മൂവ് വിത്ത് അനുമോൾ ഹാഡ് ടു ബി ലിറ്റിൽ റെസ്പോൺസിബിൾ. എന്തെങ്കിലും വായന മണ്ടത്തരം പറഞ്ഞാലും എൻ്റെ അഗേൻസ്റ്റ് ആൾക്കാരെ പുറത്ത് യൂസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എനിക്ക് കുറേ നെഗ് കടിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിപ്പോൾ അനുമോളുടെ PR ഞാൻ പറയണില്ല, ഞാൻ പൊതുവെ ആരുടെയോ PR എൻ്റെ അഗേൻസ്റ്റ് കളിച്ചിട്ടുണ്ട്. അനീഷിൻ്റെയോ അനുമോളിനെ എനിക്ക് ആരാന്ന് അറിയില്ല. ചിലപ്പോൾ ഇവരായിരിക്കില്ല, ഈ രണ്ടുപേരും ആയിരിക്കില്ല, ഈ രണ്ടുപേരും ചിലപ്പോൾ പാവമായിരിക്കും, എനിക്കൊന്നും അറിയില്ല. ഇത് എൻ്റെ മൈൻഡിൽ ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷെ ചില ആൾക്കാരുടെ PR-ൻ്റെ അഗേൻസ്റ്റ് നല്ല ബാഡ് രീതിക്ക് കളിച്ചിട്ടുണ്ട്. മനസ്സിലായി. ആര്യൻ ഇതാണ് അതാണ് അങ്ങനെ ഈ പറഞ്ഞ 100 ഫോളോവേഴ്സുള്ള അക്കൗണ്ട്സ് ഒക്കെ ഇഷ്ടം പോലെ അങ്ങനെ വെറുതെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഡേർട്ടി കമൻറ്റ്സ് എൻ്റെ ഫാമിലിയോടും എന്നോടും. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ എനിക്ക് എവിടെയോ മൈൻഡിൽ ഒരു സെൽഫ് റെസ്പെക്റ്റോ അല്ലെങ്കിൽ സെൽഫ് ഇമേജ് പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു 100%. ബട്ട് സ്റ്റിൽ അനുമോള് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആ എപ്പിസോഡിലോ നമ്മളൊന്നും കണ്ടിട്ടില്ല മാറ്റുന്നത്. ഞാനത് ഇല്ല കണ്ടു മാറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ കാണാത്ത എപ്പിസോഡിൽ കാണാത്തതാണെങ്കിൽ പോലും ആര്യനോടോ ജിസേലിനോടോ വന്ന് സോറിയോ എന്തെങ്കിലും ഇല്ല. അത് അനുമോൾ ഒരിക്കലും സോറി പറയാറില്ല ഈ വീട്ടിൽ. അത് ഭയങ്കര ഒരു ചർച്ചയാണ്. അത് അവളുടെ നല്ലൊരു ഗെയിം സ്ട്രാറ്റജി ഞാൻ പറയുള്ളൂ. അത് ഞാൻ അനുമോളെ റെസ്പെക്ട് ചെയ്യുന്നു. അനുമോൾ ചെയ്ത കുറ്റായാലും ചെയ്യാത്ത കുറ്റായാലും അനുമോൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല. അനുമോൾ ഇല്ല, ബിക്കോസ് അനുമോൾ സോറി പറഞ്ഞാൽ അത് പുറത്ത് വിടാൻ പോണത് ഈ പറഞ്ഞ പോലെ അവൾ ചെയ്ത തെറ്റാന്ന് പോലെയാണ്. എല്ലാം അവളുടെ അഗേൻസ്റ്റുള്ള PRs വെയിറ്റ് ചെയ്യണം അവളുടെ അഗേൻസ്റ്റ് എന്തെങ്കിലും കിട്ടാൻ. ഈ ഫുൾ PR വോറൊക്കെ എനിക്ക് എക്സാക്ട്ലി ഞാൻ പുറത്തുനിന്ന് മനസ്സിലായത്. അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ PR വോർ, ആർമി ബാറ്റിൽ. ഞാൻ പറയും ആർമി ബാറ്റില്ല, ബിഗ് ബോസില. എടാ നിനക്കറിയില്ല 2 ഫാൻ ആർമി തമ്മിൽ 1 ഫൈറ്റ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അയ്യോ അതിൽ എനിക്കൊക്കെ ഒരു ആർമി ഉണ്ടോടാന്ന് ചോദിച്ചപ്പോൾ കുറച്ച് സ്കൂൾ കോളേജിൽ പഠിക്കുന്ന പെണ്ണുങ്ങളെ കുറച്ചൊരു ആർമി തുടങ്ങി ആർമിയൊക്കെ ഉണ്ട് ആര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഭാഗ്യം അതൊരു സന്തോഷമൊക്കെ ആയി. പക്ഷേ ഈ പറഞ്ഞ പോലെ പുറത്തിങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ PR-ൻ്റെ ഇഷ്യൂ ആയാലും എനിക്കൊന്നും എക്സാക്ട്ലി അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്നും എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. പക്ഷേ എവിടെയോ അവൾ സോറി പറയില്ല. കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, അവൾ ഈ പറഞ്ഞ പോലെ ഒരു എന്ത് തെറ്റ് ചെയ്താലും സോറി പറഞ്ഞാൽ അവൾ പ്രൂവൺ റോങ് ആണ്. പക്ഷെ അങ്ങനെ പ്രൂവൺ റോങ് ആയിട്ട് കാണിക്കില്ല. ലാലേട്ടൻ പറഞ്ഞാലും അനുമോൾ ഒന്നും പറയാനില്ലേ, ഇല്ല ലാലേട്ടൻ ഞാൻ കണ്ടു, അത് അവളുടെ ഗെയിമാണ്. നല്ല ഗെയിം ആവാം, മേ ബി എ ഗുഡ് ഗെയിം. പ്രേക്ഷകർക്ക് പീപ്പിൾ ഹു ലവ് ഹർ വിൽ ട്രസ്റ്റ് ഹർ, അത്രേ ഉള്ളൂ. ആര്യന് ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ അറിയായിരുന്നു അല്ലേ അനുവിന് PR ഉണ്ടെന്നുള്ള കാര്യം? മറ്റേ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ കുറെ മീഡിയയിലും കണ്ടു. പിന്നെ PR ഉണ്ടെന്ന് ഉറപ്പായിരുന്നു. ഐ തിങ്ക് അത് ഭയങ്കര ഒബ്വിയസ് ആയിരുന്നു, എല്ലാവർക്കും അറിയായിരുന്നു. അല്ലെ കോൾ ചെയ്ത് അതെ വിളിച്ചു പറഞ്ഞു, ഇൻഫോം ചെയ്തു. ഞാൻ ആക്ച്വലി PR-നെ ഞാൻ ഈ PR എന്ന് പറഞ്ഞ സാധനം എനിക്ക് എക്സാക്ട്ലി മൈൻഡിൽ എന്താണെന്ന് അറിയാം. ലൈക്ക് PR നമ്മളെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യും, നമുക്ക് കുറച്ച് ഫോളോവേഴ്സ് കൂടും, കുറച്ച് പൈസ ഉണ്ടാക്കാം, ആ ഒരു രീതിക്ക് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ആൾക്കാരെ ഇങ്ങനെ ഇപ്പുറത്തെ നമ്മൾ സംസാരിച്ച് ഞാൻ കോൺടാക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഈ വിനു എന്ന് പറഞ്ഞ ആളായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുവാണ്. ഞാനും അവനോട് ഇങ്ങനെ PR ആണ് അല്ലെങ്കിൽ OR ആണ് അല്ലെങ്കിൽ ഞാൻ കുറേ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്ക് ഈ പ്രത്യേകത ഞാൻ എൻ്റെ ജോലി ഇതാണ്. ജോലികൾ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ, പക്ഷെ പൈസ കേട്ടപ്പോൾ ഞാൻ കുറച്ച് നെട്ടിപ്പോയി. എനിക്ക് അമൗണ്ട് വരാൻ താല്പര്യമില്ല. ഞാൻ വിചാരിച്ചു അയ്യോ ഞാൻ പോണത് ഈ ഷോയില്. അപ്പോൾ ആര്യനെ എന്താ ശരിക്കും പറഞ്ഞാല് ആര്യന്റെ PR കൂടി ചെയ്യാന്നുള്ള രീതിയിലാണോ? അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ PR-ന്റെ കാര്യം അറിയില്ല. എൻ്റെ ഈ പഴയ എക്സ് കണ്ടസ്റ്റൻസ് ചില ആൾക്കാർ പറയാണ്, ഒരു 2-3 ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. പിന്നെ ഈ മീഡിയ ഫീൽഡ് ആൾക്കാർ പറയുന്നത് നീ PR ചെയ്ത് പോകണമെങ്കിൽ നിന്റെ ഇംപ്രഷനൊക്കെ പുറത്ത് ഭയങ്കര ബാഡ് ആയിരിക്കും, നിന്നെ ആരും വോട്ടും ചെയ്യില്ല, നീ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ വീട്ടിൽ ഞാൻ ഈ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, നീ പോണത് തന്നെ ഒരു PR-ന് വേണ്ടിയല്ലേ, നീ ഇത്ര വലിയ പ്ലാറ്റ്ഫോമിൽ പോണത് കുറച്ച് റെക്കഗ്നിഷൻ കിട്ടാനും നിന്നെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യണമൊക്കെ അല്ലേ, പിന്നെ എന്തിനാ പൈസ കൊടുത്തിട്ട് ആൾക്കാർ നിന്നെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്? എൻ്റെ അമ്മയുടെ മെൻറ്റാലിറ്റിയാണത്. ഇഫ് ഐ ആസ് മൈ മോം, അമ്മ ഒരു 5-10 ലക്ഷം ഇങ്ങനെ ഒപ്പിക്കണം അമ്മ പ്ലീസ്, എനിക്ക് ചെയ്തേ പറ്റൂല, ഞാൻ പുറത്താന്ന് പറയുമ്പോൾ അമ്മ ഓക്കേടാ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തേനെ. പക്ഷേ എൻ്റെ വീട്ടിൽ മെൻറ്റാലിറ്റി ഭയങ്കര കാഷ്വലാണ്. ബിഗ് ബോസ് അല്ലേ, ഞങ്ങൾ ഹിന്ദി കാണാറുണ്ടൊക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല, അതൊന്നും PR-ൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവരുടെ മെൻറ്റാലിറ്റി എന്താണ്? പക്ഷേ നീ ഒരു കാര്യം ചെയ്യും, നീ സോഷ്യൽ മീഡിയ തന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയും നീ ടോക്ക് ടു പൂജിത, ടോക്ക് ടു വരുൺ സണ്ണി, ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സ്, മറ്റേ ജസ്റ്റിൻ ചേട്ടൻ, അങ്ങനെ 2-3 പേരുണ്ട്. അപ്പോൾ ഇവർ നന്ദു ചേട്ടനുണ്ട്, കുറേ 2-3 പേരൊക്കെ. അപ്പോൾ ഇവർ 3-4 പേര് എൻ്റെ ഫ്രണ്ട്സ്. ഞാൻ പറയാം നിങ്ങൾ കട്ടിക്ക് നിൽക്കണം, എന്തൊക്കെയാണോ എല്ലാം സോഷ്യൽ മീഡിയക്ക് വേണ്ടി ചെയ്യണം. നല്ല എല്ലാ ദിവസവും എൻ്റെ പഴയ പിക്ചേഴ്സ് എടുത്തിട്ട്
ഇപ്പോൾ പോസ്റ്റ് ചെയ്യണം, ആക്റ്റീവായിട്ട് പോകണം എൻ്റെ സോഷ്യൽ മീഡിയ, പിക്ചേഴ്സ് വന്നുകൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ റെഡിയാക്കി ഞാൻ വിട്ട് അവിടെ എത്തിയപ്പോൾ മനസ്സിലായത് 15 ലക്ഷം 20 ലക്ഷം, ചില ആൾക്കാർ വേറെ ആൾക്കാരെ സ്പോൺസർ ചെയ്ത ആൾക്കാർ 30 ലക്ഷം. ഞാൻ വെച്ചു അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലായി എൻ്റെ അവസ്ഥ. ഞാൻ എവിടെയോ ഒരു പ്ലിങ് വന്ന് വീഴും. എവിടെയാണെന്നറിയില്ല. ടോപ്പ് 5 ആവാം, ഇല്ലെങ്കിൽ ടോപ്പ് 8 ആവാം, ടോപ്പ് 12 ആവാം. എനിക്ക് മൈൻഡിൽ പോകുന്നുണ്ട് ഈ കാര്യം. PR കാരണം ഞാൻ എവിടെയോ വീഴും. ബിക്കോസ് ഐ എം നോട്ട് ബൈയിങ് വോട്ട്സ് ഓർ ഐ എം നോട്ട് ടെലിംഗ് പീപ്പിൾ ടു വോട്ട് ഫോർ മീ. അങ്ങനെ ഞാൻ ആകെ ചെയ്യുന്നത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസും പിന്നെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഹെൽപ്പും. പിന്നെ എവിടെയോ ഞങ്ങൾ ഇപ്പം കോളേജസിലൊക്കെ എൻ്റെ മദർ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കാര്യത്തിലൊക്കെ. എൻ്റെ മോന് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അമ്മ പേഴ്സണലി ഷീ ലവ്സ് മീ സോ മച്ച്. അമ്മ പേഴ്സണലി പോയിട്ടുണ്ട് കുറേ ഇങ്ങനെ ബുട്ടീക്സിലും പിന്നെ അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ ഷോപ്സിലൊക്കെ പറയാൻ വേണ്ടി. അങ്ങനെ